ഇന്നത്തെ ചോദ്യം: അനു തന്റെ യാത്രയുടെ ആദ്യത്തെ 2 മണിക്കൂർ ബസ്സിലും അടുത്ത 3 മണിക്കൂർ ട്രെയിനിലുമാണ് സഞ്ചരിച്ചത്. ബസ്സിന്റെ ശരാശരി വേഗത 40 km/hഉം ട്രെയിനിന്റെ ശരാശരി വേഗത 70 km/hഉം ആയാൽ അനുവിന്റെ ശരാശരി വേഗത എത്ര? ഇത് ടൈം ആൻഡ് ഡിസ്റ്റൻസിലെ ഒരു ചോദ്യമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ആദ്യം, അനു തന്റെ യാത്രയുടെ ആദ്യത്തെ 2 മണിക്കൂർ ബസ്സിലും അടുത്ത 3 മണിക്കൂർ ട്രെയിനിലുമാണ് സഞ്ചരിച്ചത്. അപ്പോൾ 2 മണിക്കൂർ അനു സഞ്ചരിച്ചത് 40 km/h വേഗത്തിലാണ് ബസ്സിൽ സഞ്ചരിച്ചത്. അപ്പോൾ അത് 80 കിലോമീറ്ററാണ് അനു ബസ്സിൽ സഞ്ചരിച്ചത്. പിന്നെ അനു സഞ്ചരിച്ചത് ട്രെയിനിലാണ്. 3 മണിക്കൂർ ട്രെയിനിലാണ് അനു സഞ്ചരിച്ചത്. അപ്പോൾ 3 മണിക്കൂർ ട്രെയിനിൻ്റെ ശരാശരി വേഗത 70 km/h. അപ്പോൾ 3 × 70 210 കിലോമീറ്ററാണ് അനു ട്രെയിനിൽ സഞ്ചരിച്ചത്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് കാണാം. അനു സഞ്ചരിച്ച ടോട്ടൽ ദൂരം 290 കിലോമീറ്റർ ആണ്. പിന്നെ അനു ഇവിടെ സഞ്ചരിക്കാനെടുത്ത മുഴുവൻ സമയം എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറും 3 മണിക്കൂറും മുഴുവനായി 5 മണിക്കൂറാണ് അനു 290 കിലോമീറ്റർ യാത്ര ചെയ്യാനെടുത്ത സമയം. അപ്പോൾ ഇവിടുത്തെ ചോദ്യം അനുവിൻ്റെ ശരാശരി വേഗത കാണുവാനാണ്. അപ്പോൾ 1 മണിക്കൂറിൽ അനു സഞ്ചരിച്ച ദൂരം 290 ÷ 5 മൊത്തം 58 km/h.